ഹലോ, ഇന്നിപ്പോൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ്റെ വ്ളോഗാണ്. ആക്ച്വലി എൻ്റെ ഈ സ്കിൻ കെയർ റൂട്ടീൻ വ്ളോഗ് കൊണ്ടിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ല. കാര്യം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വേറെയാണ്, അവരുടെ പ്രോബ്ലംസ് വേറെയാണ്. പക്ഷെ സ്റ്റിൽ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മാത്സിലൊക്കെ എന്താ ഓരോ ഇക്വേഷൻസ് ഉണ്ടാവും അല്ലേ, അതിൽ വേരിയബിൾസ് ഉണ്ടാവും XYZ. അതിൽ ഓരോ ഇക്വേഷന് ഈ വേരിയബിൾസിന് ഓരോ വാല്യൂസ് ആയിരിക്കും അല്ലേ. അതേമാതിരിയാണ് നമ്മുടെ സ്കിൻ കെയർ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ. ഓരോരുത്തരുടെയും ഈ വേരിയബിൾസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, എത്ര പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ആ ഇക്വേഷൻ എന്ന് പറയുന്ന സാധനം അത് സെയിം ആയിരിക്കും. എന്നാൽ ഈ ഇക്വേഷൻ എന്താണ്? ഓക്കെ, അതാണ് ബേസിക്കലി ഈ ഹോൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇക്വേഷനിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വേരിയബിൾസും എൻ്റെ വാല്യൂസും ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഇത് ആരും ഇതേപടി തന്നെ ചെയ്യാൻ നോക്കണ്ട. എന്താ പറയുക, പാച്ച് ടെസ്റ്റ് ചെയ്യുക, എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി സ്കിൻ കെയർ പ്രോബ്ലംസ്, ഈവൻ ഹെയർ കെയർ ഓൾസോ, നമുക്ക് എന്താ പറയുക, വെറും ഈ എക്സ്റ്റേണൽ പ്രോഡക്ട്സ് കൊണ്ട് മാത്രം മാറത്തില്ല. കുറേയൊക്കെ നമുക്ക് ഇന്റേണലി നമ്മുടെ ഫുഡിൽ, നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. ഫോർ എക്സാമ്പിൾ, സ്ലീപ്പൊക്കെ പ്രോപ്പർ ആവണം, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ഫുഡായിരിക്കണം, ഹെൽത്തി ഫുഡായിരിക്കണം, നമ്മുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡായിരിക്കണം. നമ്മുടെ ആ കണ്ടീഷനെ വീണ്ടും എന്താ പറയുക അഗ്രിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഫുഡുകൾ കഴിക്കരുത്. അത് കുറയ്ക്കാവുന്ന ഫുഡുകൾ വേണം കഴിക്കാനായിട്ട്. നമ്മുടെ ഗട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കണം. അങ്ങനെയായാലും നമുക്ക് ഓരോരോ ടിഷ്യൂസിന്റെ റീജനറേഷൻ അത് ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്യുള്ളൂ. അപ്പം ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ്, ഇതൊക്കെ വളരെ പ്രൈം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ സ്കിൻ കെയറിന്റെയും ഹെയർ കെയറിന്റെയും കാര്യത്തിൽ പറയുമ്പോൾ. സെക്കൻഡറി സാധനം വരുന്നത് ഹൈഡ്രേഷനാണ്. ഹൈഡ്രേഷൻ ഒരു പ്രൈം ഫാക്ടറാണ്. പക്ഷെ നമുക്ക് എല്ലാവരുടെ അടുത്തും ഇത്ര ലിറ്റർ വെള്ളമാണ് നീ കുടിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു തേഴ്സ്റ്റ് അനുസരിച്ചും ആ ഒരു ക്ലൈമറ്റ് അനുസരിച്ചും നമ്മുടെ ബോഡിക്ക് എത്ര വേണം എന്നുള്ളതനുസരിച്ചുമാണ് നമ്മുടെ വാട്ടർ ഇൻടേക്ക് വരേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില കേസസിലൊക്കെ നമ്മൾ ഇന്റേണൽ മെഡിക്കേഷൻ എടുക്കേണ്ടി വരും. അപ്പൊ അത് കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഡെർമാറ്റോളജിസ്റ്റിന്റെ അടുത്തോ ഒരു നല്ലൊരു ആയുർവേദ ഫിസിഷ്യനോ അത് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്ത് പറഞ്ഞു തരാനായിട്ടും പറ്റും. ഇനി ഫോർത്ത് കാറ്റഗറിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ എക്സ്റ്റേണൽ പ്രോഡക്ട്സ് എന്നുള്ളത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ആക്സസിബിൾ ആൾക്കാർക്ക് മേ ബി ഈ എക്സ്റ്റേണൽ പ്രോഡക്ട്സ് പെട്ടെന്ന് യൂസ് ചെയ്യാനായിരിക്കും. ഇപ്പോൾ ഒരു ഡോക്ടറിനെ പോയി കണ്ട് കുരുവിന്റെ സൊല്യൂഷൻ ചോദിക്കുന്നതിൽ നിന്നും അവർക്ക് കുറച്ചും കൂടി എളുപ്പം എന്തെങ്കിലും അതിന്റെ മേലെ പരട്ടണതായിരിക്കും. പക്ഷെ അത് എപ്പോഴും ഒരു സൊല്യൂഷൻ തരണമെന്നില്ല. ചില കേസസിൽ അത് വേഴ്സ്റ്റ് കേസസിലേക്ക് പോവുകയും ചെയ്യാം. അപ്പം ബെറ്റർ നമ്മുടെ സ്കിന്നിനെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യുന്നതിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം അത് വേഴ്സണായി പോകാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ കുറേ നാളെടുക്കുകയും ചെയ്യും. കാര്യം ഞാൻ ഇത് പഠിക്കുന്നതിന് മുന്നേ ചെയ്തു തുടങ്ങിയതാണ് സ്കിൻ കെയറിന്റെ പല കാര്യങ്ങളും. നമ്മൾ ആ ഒരു എന്താ പറയാ ടീനേജ് ഇയേഴ്സിൽ പല റെമഡീസ് യൂട്യൂബിൽ നിന്ന് കണ്ട് പരീക്ഷിക്കുമല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ കുറെയൊക്കെ തെറ്റി, കുറെയൊക്കെ ശരിയായി, പിന്നെ പഠിച്ചു വന്നപ്പോൾ അതിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തയ്യാറാക്കിയതാണ് എൻ്റെ പേഴ്സണൽ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബേസിക്കലി എനിക്ക് എല്ലാ ദിവസവും പ്രോഡക്ട്സ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ സ്കിന്നിന് സ്വന്തമായിട്ട് റീജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കും, അതിൻ്റെതായ വഴിക്ക് വിടും, അങ്ങനെയാണ്. അപ്പം എനിക്ക് ഡെയിലി സ്കിന്നിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീക്ക്ലി ട്വൈസ് ഒക്കെയാണ് സിറമൊക്കെ യൂസ് ചെയ്യാറുള്ളത്. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ്. അതേപോലെ ഞാൻ ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ഇടുന്നതും മന്ത്ലി വൺസ് ഒക്കെ മാക്സിമം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മന്ത്ലി ട്വൈസ് ഒക്കെ ഇടണം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും സ്കിന്നും ഹെയറും ഒക്കെ. പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിലും ഹെയറിലും കുറച്ചൊക്കെ ഹാപ്പിയാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ ഈ എക്സ്റ്റേണൽ പ്രോഡക്ട്സിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് എൻ്റെ ഡയറ്റിനും എക്സസൈസിനും ഹൈഡ്രേഷൻ വെള്ളത്തിനും കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളിനെ കുറച്ച് ഹാപ്പിയാണ്. മൈൻഡ് ആയിട്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കിന്നിലും ഹെയറിലും കുറച്ച് ഹാപ്പി ആണ്. കുറച്ച് പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട്. അതിനൊക്കെ സൊല്യൂഷൻസ് ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി പഠിച്ച് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം വെൽക്കം ടു മൈ സ്കിൻ കെയർ റൂട്ടീൻ വ്ളോഗ്.
ആദ്യമായിട്ട് നമ്മൾ ഹെയർ മാസ്ക് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ചെമ്പരത്തിയുടെ ഇല, തുളസി, നീം, കരിയേപ്പില എല്ലാം കൂടി കഞ്ഞിവെള്ളത്തിലും ഇത്തിരി ചായയുടെ വെള്ളത്തിലും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഹെന്ന പൗഡറിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ മിക്സ് ചെയ്യുക. അയൺ കുറച്ച് നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം മുടി സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ഫുൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ റീൽ പോലെയായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതിൽ ഹെന്ന എല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം മുടി കുറച്ചൊന്ന് ഓയിൽ വലിച്ചെടുത്ത് അങ്ങനെ ആക്കാനും സഹായിക്കും. അതായത് നല്ല രസമായിട്ട് കിടക്കാനും വിടർന്ന് വോളിയംനെസ് ആയിട്ട് കിടക്കാനും സഹായിക്കും. അലോവേറ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡ്രൈയിങ് ആക്കുകയും ഇല്ല. അതിനുശേഷം ഒരു ഫേസ് സ്ക്രബാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറച്ച് കോഫി പൗഡറും ഷുഗറും ഇച്ചിരി കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് സ്കിന്നൊക്കെ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായി ആയിട്ടുള്ളവർ ചെയ്യാണ്ടിരിക്കുകയാണ് ഭേദം. അതിനുശേഷം കുറച്ച് പനിക്കൂർക്കയും തുളസിയും കൂടി ഒന്ന് ഞെരടിയിടുക വെള്ളത്തിൽ. എന്നിട്ട് അതിൻ്റെ ആവി പിടിക്കുക. ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനും എല്ലാത്തിനും നല്ലതാണ്. കോൾഡൊന്നും വരാതിരിക്കാൻ, ഇപ്പം മഴയൊക്കെ അല്ലേ, അതിൻ്റെ കൂടെ ഒന്ന് പോസൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ സഹായിക്കും. സോ ദാറ്റ് നമ്മൾ പിന്നീട് ഫേസ് ഒന്ന് ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കൂടുതൽ ഫേസിനത് സ്കിന്നിന് വലിയ ഹാം ഉണ്ടാക്കില്ല. അതിനുശേഷം ഞാൻ മഞ്ഞളും ഒരിച്ചിരി രക്തചന്ദനവും ഒരിച്ചിരി ഓറഞ്ച് പീൽ പൗഡറും കൂടെയുള്ള ഒരു മിക്സാണ് ഫേസ് പാക്കായിട്ട് ഇടുന്നത്. ഇത് കുറച്ച് നേരം ഇടുമ്പോൾ എൻ്റെ സ്കിന്നിൽ ഇച്ചിരി സ്ലൈറ്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം ഇത് വെച്ചുകൊണ്ടിരിക്കാറില്ല, പെട്ടെന്ന് തന്നെ കഴുകി കളയാറുണ്ട്. അതിനുശേഷം ബോഡി ഓയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി നല്ല ലാവിഷായിട്ടൊരു കുളി വാസാക്കുക. ഞാൻ ലെമൺ ഗ്രാസ് ഓയിലാണ് ഇടാറ്, നമ്മുടെ പുൽത്തൈലാണ് ഇടാറ്. അതിനുശേഷം ഞാൻ വല്ലപ്പോഴും ഒക്കെ ഫേസിൽ മാസ്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് പപ്പായ മാസ്കാണ്. ഞാനങ്ങനെ ഇന്ന മാസ്ക് എന്നൊന്നും ഇല്ല. ചിലപ്പോൾ ടൊമാറ്റോ, ചിലപ്പോൾ കഞ്ഞിവെള്ളം, ചിലപ്പോൾ അലോവേറ, അങ്ങനെ മാറ്റി ചില ദിവസങ്ങളിൽ ഞാൻ ഈ മാസ്ക് അപ്ലൈ ചെയ്യും. ഇത് വേറെ ദിവസമാണ്. ആ ദിവസം ഞാൻ വൈറ്റമിൻ സി സെറമും അതിനുശേഷം ഒരു അലോവേറ ജെല്ലും കൂടിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് വൈറ്റമിൻ സി സെറമാണ്. ഞാൻ സെറം മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.